കോട്ടയം സംസ്കൃതി ഫൗണ്ടേഷൻ 7ാമത് കെ.ആർ. നാരായണൻ എക്സലൻസ് പുരസ്കാര വിതരണം നടത്തി. വാനാനം കെ.ഇ. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്കൃതി ഫൗണ്ടേഷൻ ആരോഗ്യ വിഭാഗ രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ പുരസ്കാരം സമർപ്പിക്കാൻ വേണ്ടി ഇത്തരമൊരു തീരുമാനമെടുത്ത് 5 പേരെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച 5 പേരിൽ ഈ സദസ്സിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ ഓരോരുത്തരും ശ്രമിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനപ്പുറമാണ് അവർ ഓരോരുത്തരും എന്ന കാര്യം തിരിച്ചറിയാം. കോട്ടയം സംസ്കൃതി ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.വി. സോണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാരുണ്യ സ്പർശം പദ്ധതി വീൽചെയർ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ് ജോർജ് എം.പി. ഉദ്ഘാടനം നിർവഹിച്ചു. മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സൂപ്രണ്ടും കാർഡിയോ തൊറാസിക് സർജനുമായ ഡോക്ടർ ടി.കെ. ജയകുമാർ, മാന്നാനം കെ.ഇ. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI, നടനും നെൽകർഷകനുമായ കൃഷ്ണപ്രസാദ്, സിനിമാ നടൻ കോട്ടയം രമേശ് എന്നിവർക്കാണ് കെ.ആർ. നാരായണൻ എക്സലൻസ് പുരസ്കാരം ലഭിച്ചത്. കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും നൽകി. സംസ്കൃതി ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.വി. സോണി ഉദ്ഘാടനം നിർവഹിച്ചു. മാന്നാനം ആശ്രമ പ്രയോർ ഫാദർ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കളം, ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ്, സംസ്കൃതി ഭാരവാഹികളായ പ്രൊഫസർ ഷാജി ജോസഫ്, റോസ് ജോസ് നെടിയകാല, VS ചന്ദ്രശേഖരൻ, പ്രഭാകരൻ പിള്ള വെള്ളാറ്റിൽ, ബിബിൻ ബേബി, മാത്യു മള്ളിയിൽ, ജോസ് ഫിലിപ്പ്, ജോഷി ജോസഫ്, ജോസഫ് താനമാവുങ്കൽ, രാജേഷ് തിരുമല, EK മോഹൻദാസ്, AR രാജേഷ് കുമാർ, ലൈസാമ്മ ജേക്കബ്, മിനർവ ഉദയകുമാർ, വത്സല പ്രഭാകർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ജാസി ഗിഫ്റ്റ് നയിച്ച മ്യൂസിക്കൽ മെഗാ ഷോയും നടന്നു. I4U ന്യൂസ് ഏറ്റുമാനൂർ.